അഭിഷേകമല്ലേ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെ ദൈവത്തിന് ആവശ്യമുണ്ട്. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സലിവ് ഓർപ്പിച്ച് പൗലോസ് എന്ന മനുഷ്യൻ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി അർപ്പിക്കണമെന്ന്. ഇവിടെ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 2 പേർ ഭവനം പണിയുന്നു. ഒരാൾ മണൽപ്പുറത്ത്, മറ്റൊരാൾ പാറപ്പുറത്ത്. പാറപ്പുറത്ത് പണിയുന്ന ആള് ബുദ്ധിയുള്ള മനുഷ്യൻ. എൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നത് ആരാണോ അവരാണ് യഥാർത്ഥ ദൈവിക മനുഷ്യരെന്ന് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, വ്യക്തിപരമായ ആരാധന. കാരണം അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാണത്. കാരണം ദൈവിക കൃപകളെ അനുഭവിച്ചുകൊണ്ട് ത്രിത്വത്തിന്റെ തലത്തിൽ ആത്മമണ്ഡലത്തിൽ ദൈവത്തോട് കൂടെയുള്ള നല്ലൊരു ആത്മീയ കൂട്ടായ്മയാണ് ഈ ആരാധന എന്ന് പറയുന്നത്. ഇങ്ങനെ ആരാധിക്കുന്ന മനുഷ്യർ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്തും ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകുന്നത് കാണാൻ കഴിയും. തകരുന്ന ഒരു ആത്മീയതയല്ല അവർക്കുള്ളത്. വചനത്താൽ ഉറപ്പിക്കപ്പെട്ട് കാറ്റെടുത്താലും വെള്ളം പൊങ്ങിയാലും ആ ഭവനത്തിൽ മേൽ ആഞ്ഞടിച്ചാലും അത് തകരാത്ത വിധത്തിലുള്ള നല്ല ഉറപ്പുള്ള വിശ്വാസത്തിന്റെ ഉടമയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ആത്മീയ ആരാധനയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് കുടുംബത്തോട് ചേർന്നുള്ള എല്ലാ മക്കളും കുടുംബത്തിലുള്ളവരും ചേർന്നുള്ള ഒരു ആരാധന കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ആരാധന കുടുംബ ബന്ധങ്ങളെ ഉറപ്പിച്ചുകൊണ്ടും മക്കൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ആത്മീയ തലങ്ങളിൽ അവർ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു കടന്നു പോകുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, മൂന്നാമതുള്ള ആരാധന സഭയിൽ കൂട്ടായ്മയിൽ ഒരു മനസ്സോടെ ആരാധിക്കുന്ന ഒരു ആത്മീയ ആരാധനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പസ്തോലന്മാര് ഒന്നിച്ച് ഒരു മനസ്സോടെ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ അവസാനവും 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും അവർ ഒന്നിച്ചേർന്നുള്ള ആരാധനയിൽ സ്വർഗം ചലിക്കപ്പെടുന്നത്, സ്വർഗത്തിന്റെ പ്രവൃത്തി ഭൂമിയിൽ ദൈവമക്കൾ ഒന്നിച്ച് അനുഭവിക്കുന്നത് കാണാൻ കഴിയുന്ന ഒരു ആരാധന നമുക്ക് അവിടെ കാണുന്നു. അവർ ആരാധനയുടെ നടുവിൽ അവരുടെ കാതുകളും കണ്ണുകളും അവരുടെ ഹൃദയവും നാവും ആത്മാവിൽ ചലിക്കപ്പെടുന്നത് അനുഭവപ്പെടാൻ ഇടവരും. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയോട് കൂടിയുള്ള ഒരു ആരാധന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടവരണം. അവർ ഒരു മനസ്സോടെയാണ് പ്രാർത്ഥിക്കാൻ ഇടവന്നത്. ഇവിടെ നമ്മുടെ ശരീരത്തിൽ ഒരു പാപ അന്തരീക്ഷം വരരുത്. നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിൽ ഒരു പാപത്തിന്റെ ചിന്തകൾ വരരുത്. നമുക്ക് ഈ ലോകത്തിന്റെ ആലോചനകൾ വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ കൃപയിലേക്ക് ദൈവപ്രസാദമുള്ള ഒരു ആരാധന നമ്മുടെ അകത്തു വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 2 പേർ ഒന്നിച്ച് ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാൻ, ആരാധന കഴിക്കുവാൻ കടന്നു പോകുമ്പോൾ ഒരാളുടെ ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവവും മറ്റുള്ള ഒരാളുടെ ആരാധനയിൽ പ്രസാദിക്കാത്തൊരു ദൈവവും. നമ്മൾ ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള മനസ്സൊരുക്കമുള്ള ഒരു ആത്മീയ ആരാധനയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടത്. നമ്മൾ ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ
ബൈബിൾ ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് നിങ്ങൾ അവരുമായി രമ്യതപ്പെട്ട ശേഷം നിങ്ങൾ യാഗം അർപ്പിക്കാൻ വരുവിൻ. അങ്ങനെ അർപ്പിക്കുന്ന യാഗം ദൈവപ്രസാദമുള്ളതായി മാറാൻ ഇടയാകും. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടണം. നിങ്ങൾ ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ആരാധന, 2 കുടുംബത്തോട് ചേർന്നുള്ള ആരാധന, 3 സഭയോട് ചേർന്നുള്ള ആരാധന. ഈ ആരാധനയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തിയിലെല്ലാം ഈ ആരാധന വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ഒരു ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ഒരു ആത്മീയ മനുഷ്യന്റെ ഏറ്റവും വലിയ ദൈവിക മഹത്വം എന്നത്. പ്രാർത്ഥിക്കാൻ നമുക്ക്. കർത്താവേ, സ്വർഗീയ പിതാവേ, ആത്മാവിൽ ആരാധിക്കുവാൻ ഞങ്ങളുടെ ശരീരത്തിന് ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു യാഗമായി അർപ്പിക്കാൻ തക്കവണ്ണം വിശുദ്ധിയോടുള്ള ഒരു പ്രാർത്ഥന അനുഭവവും ആരാധനയും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണം. യേശു മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.